മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് സെൽ ബയോളജിയുടെ സെൽ സൈക്കിൾ എന്ന പാർട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൽ സൈക്കിൾ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. മൈറ്റോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഗുലേഷൻ ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഏതൊക്കെയായിരുന്നു? G1, S, G2, M എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് സ്റ്റേജസ് സെൽ സൈക്കിളിനുണ്ട്. ആ സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൻ്റെ റെഗുലേഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽ സൈക്കിൾ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് MPF. എന്താണ് വിളിക്കുന്നത്? MPF. They are known as the maturation promoting factors. Maturation promoting factors എന്നാണ് MPFൻ്റെ ഫുൾ ഫോം. സോ നമുക്ക് നോക്കാം. എൻട്രി ഓഫ് എ സെൽ ഇൻ ടു M phase ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ പ്രോട്ടീൻ കോൾഡ് മെച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ. M ഫേസിലോട്ട്, അതായത് മൈറ്റോട്ടിക് ഫേസിലോട്ട് എൻട്രി കൊടുക്കുന്ന ആ പർട്ടിക്കുലർ പ്രോട്ടീൻസിനെയാണ് മെച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് MPF കൺസിസ്റ്റ് ഓഫ് 2 സബ് യൂണിറ്റ്. MPF നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 സബ് യൂണിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സൈക്ലിൻ, എ സബ് യൂണിറ്റ് വിത്ത് കൈനേസ് ആക്ടിവിറ്റി, ഒരു സബ് യൂണിറ്റ് വിത്ത് കൈനേസ് ആക്ടിവിറ്റി ഉള്ള ഒരു സബ് യൂണിറ്റ്, അതിൻ്റെ പേര് നമുക്ക് നോക്കാം. ആൻഡ് എ റെഗുലേറ്ററി സബ് യൂണിറ്റ് കോൾഡ് സൈക്ലിൻ, വേറൊരു റെഗുലേറ്ററി സബ് യൂണിറ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു റെഗുലേറ്ററി സബ് യൂണിറ്റ് ഉണ്ട്, ഒരു റെഗുലേറ്ററി സബ് യൂണിറ്റും ഉണ്ട്. അതുകൂടാതെ വേറൊരു സബ് യൂണിറ്റിൻ്റെ വിച്ച് ഹാസ് കൈനേസ് ആക്ടിവിറ്റി. ദിസ് റെഗുലേറ്ററി സബ് യൂണിറ്റ് എന്താ വിളിക്കുക? ദേ ആർ നോൺ ആസ് എ സൈക്ലിൻ. ദ റെഗുലേറ്ററി സബ് യൂണിറ്റ്സ് ആർ നോൺ ബൈ ദ നെയിം cyclins എന്നാണ് അറിയപ്പെടുന്നത്, റെഗുലേറ്ററി സബ് യൂണിറ്റ്. ആൻഡ് ദ കൈനേസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി സൈക്ലിൻസ് ആർ നോൺ ബൈ ദ നെയിം CDK, സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. സോ ഇവിടെ പറയുന്നത് M ഫേസിലോട്ട് എൻട്രി കൊടുക്കുന്നത്, ഇതുപോലെ G1ൽ നിന്ന് S ഫേസിലോട്ട് എൻട്രി കൊടുക്കാനായിട്ടും അതുപോലെ G2വിൽ നിന്ന് Mലോട്ട് M ഫേസ് എക്സിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്. ആൻഡ് ദേ ആർ നോട്ട് ബൈ ദ നെയിം സൈക്ലിൻ ആൻഡ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. സോ ഇൻ ദ കേസ് ഓഫ് MPF, ദ CDK എന്ന് പറയുന്നത് സബ് യൂണിറ്റ് വിത്ത് കൈനേസ് ആക്ടിവിറ്റി. കൈനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫോറിലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എൻസൈംസ് ആണ് കൈനേസ് കാറ്റഗറിയിൽ വരുന്നത്. സോ ഇവിടെ CDKs എന്ന് പറയുന്നത്, ഇവിടുത്തെ CDKs എന്താ ചെയ്യുക? ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഫ്രം ATP ടു സ്പെസിഫിക് സെറിൻ ആൻഡ് ത്രിയോണിൻ റെസിഡ്യൂസ് ഓഫ് ദ സ്പെസിഫിക് പ്രോട്ടീൻ സബ്സ്ട്രേറ്റ്. അതിൻ്റെ പ്രോട്ടീൻ സബ്സ്ട്രേറ്റ്സിൽ ഏത് റെസിഡ്യൂസിലാണ് ഫോസ്ഫോറിലേഷൻ നടത്തുന്നത്? വിച്ച് ഈസ് ഇൻ ദ സെറിൻ ആൻഡ് ത്രിയോണിൻ റെസിഡ്യൂസ്. സോ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം സൈക്ലിൻ ആൻഡ് ദ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. ദ ടേം സൈക്ലിൻ അതിൻ്റെ പേര് വരാനുള്ള സൈക്ലിക്കലി റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ചസ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് റെഗുലേറ്ററി പ്രോട്ടീൻ റൈസസ് ആൻഡ് ഫോൾസ് ഇൻ എ പ്രഡിക്റ്റബിൾ പാറ്റേൺ വിത്ത് ഈച്ച് സെൽ സൈക്കിൾ. ഓരോ സെൽ സൈക്കിൾ നോക്കിക്കാളും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ സൈക്കിളിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, അത് കഴിയുമ്പോൾ അത് കുറയും, വീണ്ടും കൂടും കുറയും, ഇങ്ങനൊരു ഓസിലേറ്റിംഗ് നേച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിന് സൈക്ലിൻ എന്നുള്ള പേരൊക്കെ വന്നിരിക്കുന്നത്. ആൻഡ് ദ സൈക്ലിൻ കോൺസെൻട്രേഷൻ ഈസ് ലോ. വെൻ ദ സൈക്ലിൻ കോൺസെൻട്രേഷൻ ഈസ് ലോ എന്ത് പറ്റും? CDKക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? CDK എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. സോ ഇഫ് ദ സൈക്ലിൻ കോൺസെൻട്രേഷൻ ഈസ് ലോ, ദ കൈനേസ് ലാക്ക് ദ സൈക്ലിൻ സബ് യൂണിറ്റ്. ആസ് എ റിസൾട്ട് ഇറ്റ് ഈസ് ഇനാക്റ്റീവ്. എന്താണ് അർത്ഥം? ഇഫ് സൈക്ലിൻ ഈസ് ലോ, സൈക്ലിൻ ലോ ആണെന്ന് എന്താ സംഭവിക്കുക? CDK ഈസ് ഇനാക്റ്റീവ് ആയിരിക്കും ആ ടൈമിൽ. നെക്സ്റ്റ്, വെൻ ദ സൈക്ലിൻ കോൺസെൻട്രേഷൻ റൈസസ്, സൈക്ലിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ദ കൈനേസ് ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ കൈനേസ് ആക്ടിവേറ്റഡ് ആവും. ആൻഡ് കോസിങ് ദ സെൽ ടു എൻ്റർ M phase. അങ്ങനെ സെല്ല് M phaseലോട്ട് എൻ്റർ ചെയ്യും. സജസ്റ്റഡ് ദാറ്റ് പ്രോഗ്രഷൻ ഓഫ് സെൽസ് ഇൻ ടു മൈറ്റോസിസ്. ഇവിടെ മൈറ്റോസിസിനെ മാത്രം കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലേറ്റർ ബാക്കിയുള്ളത്. സോ ഇവിടെ എന്താണ്? പ്രോഗ്രഷൻ ഓഫ് സെൽസ് ഇൻ ടു മൈറ്റോസിസ് ഡിപ്പെൻഡ് ഓൺ എൻ എൻസൈം whose sole activity is to phosphorylate other protein. So M phaseലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തും? ഇറ്റ് ഈസ് to depend on the activity of
CDK. CDK എന്താ ചെയ്യുക? ഇറ്റ് വിൽ ഫോസ്ഫോറിലേറ്റ് ഇറ്റ് സബ്സ്ട്രേറ്റ്. അതിൻ്റെ സബ്സ്ട്രേറ്റ്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. എങ്കിൽ മാത്രമാണ് സെല്ലിനെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക, മൈറ്റോട്ടിക് ഫേസിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എം ഫേസിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ദിസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദ ആക്ടിവിറ്റി ഓഫ് ദിസ് എൻസൈം ഈസ് കൺട്രോൾഡ് ബൈ എ സബ് യൂണിറ്റ് whose concentration varies from one stage of the cell cycle to another. And ആ സബ് യൂണിറ്റ് ഏതാണ്? That sub unit is known by the name cyclin. So CDK activity solely depend on the concentration of cyclin. This is the fluctuation of cyclin and MPF levels during the സെൽ സൈക്കിളിൻ്റെ സമയത്ത് സൈക്ലിൻ കോൺസെൻട്രേഷൻ ഇവിടെ എന്താണ് ലോ കോൺസെൻട്രേഷൻ, ഇവിടെ കൂടും, ദെൻ കുറയും, വീണ്ടും കൂടും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അതുപോലെ MPF ആക്ടിവിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, മൈറ്റോസിസ് സ്റ്റേജിൽ നോക്കിക്കേ, മൈറ്റോട്ടിക് ഫേസ് നടക്കുമ്പോൾ അവിടെ സൈക്ലിൻ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ MPFൻ്റെ ആക്ടിവിറ്റിയും അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും കാണാനായിട്ട് പറ്റുക. Then role of protein kinases in the control of cell cycle. ഈ protein kinases cell cycle എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? MPF like enzymes called cyclin dependent kinases അല്ലേ? ഏതാണ് ഇവിടെ കൺട്രോൾ ചെയ്ത് ആക്ട് ചെയ്യുന്ന? CDKs. And it has been found that CDKs are not only involved in M phase. M phase ൽ മാത്രമല്ല CDKs ഇൻവോൾവ് ചെയ്യുന്നേ, but are the key agents that regulate activities throughout the cell cycle. സെൽ സൈക്കിളിൻ്റെ എൻറ്റയർ സ്റ്റേജിൽ, അതായത് G1, S, G2, എമ്മിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ഫേസിലെല്ലാം തന്നെ ഈ CDKക്ക് അതിൻ്റെതായ റോളുണ്ട്. CDK ക്യാരി ഔട്ട് ദിസ് ഫംഗ്ഷൻ. എങ്ങനെയാണ് CDKയുടെ ഫംഗ്ഷൻ? ഇറ്റ് വിൽ ഫോസ്ഫോറിലേറ്റിംഗ് എ ഡൈവേഴ്സ് അറേ ഓഫ് പ്രോട്ടീൻസ്. ഒരുപാട് പ്രോട്ടീൻസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സെൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. And research on yeast as well as many different vertebrate cells supported the concept that progression of eukaryotic cell through its cell cycle is regulated at distinct stages. ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഈസ്റ്റിലൊക്കെ. അതിൽ എന്ത് മനസ്സിലായി? സെൽ സൈക്കിൾ ഈസ് റെഗുലേറ്റഡ് അറ്റ് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ്. ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ മാത്രമല്ല സെൽ സൈക്കിൾ റെഗുലേഷൻ നടക്കുന്നത്, ഡിഫറെൻറ്റ് സ്റ്റേജസിൽ സെൽ സൈക്കിൾ ഈസ് റെഗുലേറ്റഡ്. And one of the primary stages of regulation occurs near the end of G1. എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ സെൽ സൈക്കിൾ റെഗുലേഷൻ നടക്കുന്നത്? ഒരെണ്ണം എപ്പോഴാണ്? ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് G1 phase. എൻഡ് ഓഫ് G1 phase. അതുപോലെ അനദർ ഈസ് നിയർ ദ എൻഡ് ഓഫ് G2. രണ്ട് റെഗുലേഷൻ അല്ലെങ്കിൽ ചെക്ക് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. എവിടെയൊക്കെയാണ്? വൺ ഈസ് അറ്റ് ദ എൻഡ് ഓഫ് G1 and another is at the near the end of the G2. Okay. So these stages represent point in the cell cycle where a cell become committed to beginning a crucial event. ഈ റെഗുലേഷൻ എന്തുകൊണ്ടാണ്? G1 ആണ്. നമുക്കറിയാം ഒരു സ്റ്റാർട്ട് പോയിന്റ് ഓർ റെസ്ട്രിക്ഷൻ പോയിന്റ് ഉണ്ട്. വൺസ് ഈ G1 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഈസ് ഇറിവേഴ്സിബിളി കമ്മിറ്റഡ് ടു കംപ്ലീറ്റ് ദാറ്റ് സെൽ സൈക്കിൾ എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? സോ അറ്റ് ദ എൻഡ് ഓഫ് G1 ഈസ് ദ സ്റ്റാർട്ട് പോയിന്റ് ആൻഡ് അറ്റ് നിയർ ദ എൻഡ് ഓഫ് G2 എന്താണ്? G2 ആകുമ്പോഴേക്കും അവിടെ എന്താ സംഭവിച്ച? ക്രോമസോമൽ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, സിന്തസിസ് ഫേസ് കഴിഞ്ഞാണ് G2. സോ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഇവൻ്റ് ഒക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഏത് സ്റ്റേജിലോട്ടാണ് പിന്നീട് പോവുക? ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു മൈറ്റോട്ടിക് ഫേസ്. സോ ദീസ് ടു ഫേസസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദി ഫിഷൻ ഈസ്റ്റിലെ സെൽ സൈക്കിൾ റെഗുലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാ ഇവിടെ സ്റ്റാർട്ട് പോയിന്റ് അറ്റ് ദ എൻഡ് ഓഫ് G1 ഒരു ഫേസ് ഉണ്ട് അല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് G1 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഇങ്ങനെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ സെല്ല് എസ് ഫേസിലോട്ട് എൻ്റർ ചെയ്യും. G1 to S ട്രാൻസിഷൻ നടക്കും. ദെൻ അടുത്തത് എവിടെയാണ്? ഇവിടെ അല്ലേ? ദാ ഇവിടെ CDK പ്ലസ് മൈറ്റോട്ടിക് സൈക്ലിൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുക? സൈക്ലിൻ സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ CDK ആക്റ്റീവ് ആവും. സോ G2 to M ട്രാൻസ്മിഷൻ വിൽ ഒക്കർ. In fission yeast which has the least complex cell cycle, the same CDK. ഇവിടെ ഫിഷൻ ഈസ്റ്റിൽ CDKക്ക് പറയുന്ന പേരാണ് CDC2 kinase. CDC2 kinase is similar to CDK of the eukaryote and it is responsible for the passage through both points of commitment though in partnership with a different cyclin. ഇവിടെ അസോസിയേറ്റ് ചെയ്യുന്ന സൈക്ലിൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, CDK ആയിട്ട് അസോസിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് CDKസും സൈക്ലിൻസും ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസിഷൻ എവിടെയായിരുന്നു? ഫസ്റ്റ് ട്രാൻസിഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് at the end of G1. At the end of G1.
സോ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ട്രാൻസിഷൻ പോയിന്റ് സ്റ്റാർട്ട് occurs in late G1. ഫസ്റ്റ് ട്രാൻസിഷൻ പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ഓർ റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് വിളിക്കും. അതെവിടെയാണ് കാണുക? ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് G1 ഓർ ദ ലേറ്റ് G1 ഫേസിലായിരിക്കും നമുക്ക് ഈ സ്റ്റാർട്ട് പോയിന്റ് കാണാനായിട്ട് പറ്റുക. വൺസ് എ സെൽ ഹാസ് പാസ്ഡ് സ്റ്റാർട്ട്, വൺസ് ആ ഒരു സെല്ല് ആ സ്റ്റാർട്ട് പോയിന്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ പോയിന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇറിവേഴ്സിബിളി കമ്മിറ്റഡ് ടു റിപ്ലിക്കേറ്റിംഗ് ഇറ്റ്സ് DNA ആൻഡ് അൾട്ടിമേറ്റ്ലി കംപ്ലീറ്റിംഗ് ദ സെൽ സൈക്കിൾ. വൺസ് ഒരു സെല്ല് ആ റെസ്ട്രിക്ഷൻ പോയിന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ സെൽ ഈസ് ഇറിവേഴ്സിബിളി കമ്മിറ്റഡ് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ സെൽ സൈക്കിൾ. പിന്നീട് ഒരു തിരിച്ചു പോക്ക് അല്ലെങ്കിൽ തിരിച്ച് സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോരാനായിട്ട് പറ്റില്ല. വൺസ് ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സംഭവിക്കും ആ എൻറ്റയർ, അതായത് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ക്രോമസോം നടക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുക? G2 M phase ഒക്കെ കഴിഞ്ഞ് ആ സെൽ സൈക്കിൾ ഫുൾ കംപ്ലീറ്റ് ആക്കേണ്ടി വരും. ആൻഡ് പാസേജ് ത്രൂ സ്റ്റാർട്ട് റിക്വയർസ് ദ ആക്ടിവേഷൻ ഓഫ് CDC2 ബൈ വൺ ഓർ മോർ G1 ഓർ എ സൈക്ലിൻ. സോ എന്താ പറയുന്നത്? ഈ സ്റ്റാർട്ട് പോയിന്റ് അല്ലെങ്കിൽ അതെവിടെയാണ് കാണുക? ലേറ്റ് G1. സോ അവിടെ എന്ത് വേണം? CDK ആക്റ്റീവ് ആവണം, വേണ്ടേ? ഇവിടെ വരുന്ന CDK ആണ്. ആക്ടിവേഷൻ ഓഫ് CDC2 അതിന് ഹെൽപ്പ് ചെയ്യുന്ന സൈക്ലിൻ ഏതാണ്? വിച്ച് ഈസ് G1S സൈക്ലിൻ. G1S സൈക്ലിൻ ആൻഡ് ഹൂസ് ലെവൽസ് റൈസ് ഡ്യൂറിങ് ലേറ്റ് G1. എന്താ സംഭവിക്കുക? ലേറ്റ് G1 പീരീഡിൽ എന്ത് സംഭവിക്കും? ഈ G1S സൈക്ലിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യും. സോ CDC2 ഗെറ്റ് ആക്ടിവേറ്റഡ് and the cell enters into S phase. G1 to S transition ആണ് അവിടെ നടക്കുന്നത്. And passage from G2 to mitosis. അല്ലേ? G1 phase കഴിഞ്ഞാൽ നെക്സ്റ്റ് S synthesis phase, അവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും. ആൻഡ് ലേറ്റർ G2 ഫേസിലോട്ട് എത്തും. G2 പിന്നെ പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? M ഫേസിൽ. സോ G2 to M which is mitosis requires activation of CDC2 by a different group of cyclin, the mitotic cyclin. So G1 to S ഏതായിരുന്നു? അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് G1 വരുന്ന സൈക്ലിൻ ഏതായിരുന്നു? വിച്ച് ഈസ് G1S സൈക്ലിൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് G2 to M ട്രാൻസ്മിഷൻ ഏതാണ്? G2 to M. G2 to M വരുന്ന സൈക്ലിൻ ഏതാണ്? ഇറ്റ് ഈസ് മൈറ്റോട്ടിക് സൈക്ലിൻ. മൈറ്റോസിസിലോട്ടാണ് കയറി പോകുന്നത് അല്ലേ? സോ അവിടെ വരുന്ന സൈക്ലിൻ ഈസ് മൈറ്റോട്ടിക് സൈക്ലിൻസ്. ആൻഡ് CDKs കണ്ടെയ്നിങ് എ മൈറ്റോട്ടിക് സൈക്ലിൻ അല്ലേ? CDKസിൽ ഒരു മൈറ്റോട്ടിക് സൈക്ലിൻ ഉണ്ട് വിച്ച് ഫോസ്ഫോറിലേറ്റ് സബ്സ്ട്രേറ്റ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ ടു എൻ്റർ മൈറ്റോസിസ്. മൈറ്റോസിസിലോട്ട് ആ സെൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സബ്സ്ട്രേറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം അതിനെയൊക്കെ CDKs വന്ന് ഫോസ്ഫോറിലേറ്റും. CDK അസോസിയേറ്റഡ് വിത്ത് വിച്ച് സൈക്ലിൻ? മൈറ്റോട്ടിക് സൈക്ലിൻ മീൻ ഫോസ്ഫോറിലേറ്റ്. Okay, and the cyclin dependent kinases are often described as a driver. CDKs എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? They are considered as the driver that advances the cell cycle through its various stages. ആ CDK ആണ് ആ സെല്ലിനെ ഗൈഡ് ചെയ്ത് ഓരോ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത്. And the activities of these enzymes are regulated by a variety of brakes or accelerators. അല്ലേ? ഈ CDKയുടെ ആക്ടിവിറ്റി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒരുപാട് brakes and accelerators that operates in combination with one another. സൈക്ലിൻ അതുപോലുള്ള പ്രോട്ടീൻസ് ആണ് ഈ CDKയുടെ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് ഈ സൈക്ലിൻ ബൈൻഡിങ് നടക്കുന്നതെന്ന് നോക്കാം. വെൻ എ സൈക്ലിൻ റീച്ചസ് എ സഫിഷ്യൻറ്റ് കോൺസെൻട്രേഷൻ ഇൻ ദ സെൽ. സൈക്ലിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താൽ എങ്ങനെയാണ്? ഒരുപോലെയാണോ എപ്പോഴും? അല്ല. ഇറ്റ് വിൽ ഫ്ലക്ച്വേറ്റ് ഡ്യൂറിങ് ദ എൻറ്റയർ സെൽ സൈക്കിൾ. എൻറ്റയർ സെൽ സൈക്കിളിൻ്റെ സമയത്ത് അവിടെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സോ വെൻ എ സൈക്ലിൻ റീച്ചസ് എ സഫിഷ്യൻറ്റ് കോൺസെൻട്രേഷൻ ഇൻ ദ സെൽ ഇറ്റ് ബൈൻഡ്സ് ടു ദ കാറ്റലൈറ്റിക് സബ് യൂണിറ്റ് ഓഫ് CDK. ഒരു പർട്ടിക്കുലർ സൈക്ലിൻ അതിൻ്റെ ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബൈൻഡ് ടു ദ സബ് യൂണിറ്റ് ഓഫ് CDK സബ് യൂണിറ്റിലോട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് കോസിങ് എ മേജർ ചേഞ്ച് ഇൻ ദ കൺഫോർമേഷൻ ഓഫ് ദ എൻസൈംസ് ആക്റ്റീവ് സൈറ്റ്. അങ്ങനെ എന്ത് സംഭവിക്കും? ആ CDKയുടെ ആക്റ്റീവ് സൈറ്റിൽ കൺഫോർമേഷനിൽ ചേഞ്ച് ഉണ്ടാവും. സോ സൈക്ലിൻ ലെവല് പീക്ക് എത്തി എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? റെസ്പെക്റ്റീവ് സൈക്ലിൻ വിൽ ബൈൻഡ് ടു CDKയിലോട്ട് ഒന്ന് ബൈൻഡ് ചെയ്യും. സോ എന്താ സംഭവിക്കുക? എ കൺഫോർമേഷണൽ ചേഞ്ച് ഇൻ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ CDK എവിടെ എൻസൈം? കൈനേസിസ് എൻസൈം. സോ CDKയുടെ ആക്റ്റീവ് സൈറ്റിൽ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഈ സൈക്ലിൻ CDK ബൈൻഡിങ് കാരണമാവും. ആൻഡ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിക് സ്ട്രക്ചേഴ്സ് ഓഫ് വേരിയസ് സൈക്ലിൻ CDK കോംപ്ലക്സസ് ഇൻഡിക്കേറ്റ് ദാറ്റ് cyclin binding causes the movement of a flexible loop of the CDK polypeptide chain
away from the opening of the active site and allowing the CDK to phosphorylate its protein substrate. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു CDK ഉണ്ട്, ഇവിടെ വന്ന് സൈക്ലിൻ വന്ന് ബൈൻഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെയുള്ളൊരു കോംപ്ലക്സിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ അത് ഇങ്ങനെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഓപ്പൺ ആവും. സോ ആക്റ്റീവ് സൈറ്റ് വിൽ get open അല്ലെങ്കിൽ active site exposed down, so it can phosphorylate its substrates. CDK phosphorylation or dephosphorylation. CDK യുടെ phosphorylation അല്ലെങ്കിൽ dephosphorylation കുറിച്ചാണ് പറയുന്നത്. Many events in a cell are regulated by the addition and removal of phosphate group from proteins, and the same is true for the events that lead to the onset of mitosis. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പല പാത്വേസിൽ അല്ലേ, അല്ലെങ്കിൽ സെല്ലുലാർ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൊക്കെ ഫോസ്ഫോറിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദ എൻറ്റയർ പാത്വേ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഇവിടെ. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ചേഞ്ച് ഇൻ CDK ആക്ടിവിറ്റി വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി ഓഫ് 3 other റെഗുലേറ്ററി എൻസൈംസ്. സോ CDK ആക്ടിവിറ്റി പഠിക്കാനായിട്ട് നമ്മൾ വേറെ 3 റെഗുലേറ്ററി എൻസൈംസിനെ കുറിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. ദ ആർ 2 കൈനേസസ് ആൻഡ് ഫോസ്ഫറ്റേസ്. ഏതൊക്കെയാണ്? 2 കൈനേസസും അതുപോലെ തന്നെ ഫോസ്ഫറ്റേസും. എന്താണ് ഫോസ്ഫറ്റേസിൻ്റെ റോള്? Phosphatase will remove phosphate group. Phosphate ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാനാണ് phosphatase എന്ന് പറയുന്ന എൻസൈം ഹെൽപ്പ് ചെയ്യുക. കൈനേസ് എന്താ ചെയ്യുക? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു ഇറ്റ്സ് സബ്സ്ട്രേറ്റ്. സോ ഇൻ സ്റ്റെപ്പ് 1 ഓഫ് ദ കൈനേസസ് കോൾഡ് CAK. ഇവിടെ വരുന്ന ഒരു കൈനേസ് ആണ്. 2 കൈനേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് കൈനേസ് ഈസ് CAK. CAK എന്ന് പറഞ്ഞാൽ CDK ആക്ടിവേറ്റിംഗ് കൈനേസസ്. സോ CDK ആക്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ CDKസിൽ ചില ഫോസ്ഫോറിലേഷൻ നടക്കണം എന്ന് പറയാം. സോ എന്താണ് CAK? ദേ ആർ CDK ആക്ടിവേറ്റിംഗ് കൈനേസസ്. ഇറ്റ് ഫോസ്ഫോറിലേറ്റ് എ ക്രിട്ടിക്കൽ ത്രിയോണിൻ റെസിഡ്യൂസ്. ഏത് പൊസിഷൻ അല്ലെങ്കിൽ ഏത് അമിനോ ആസിഡിലാണ് ഫോസ്ഫോറിലേഷൻ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഏത് റെസിഡ്യൂ ആണ്? ഇറ്റ് ഫോസ്ഫോറിലേറ്റ് ദ ത്രിയോണിൻ റെസിഡ്യൂസ്. സോ CAK phosphorylate CDKs on its threonine residues. And phosphorylation of this residue is necessary but not sufficient for the CDK to be active. So ഈ ത്രിയോണിലുള്ള ഫോസ്ഫോറിലേഷൻ ആവശ്യമാണ്, പക്ഷെ അത് മാത്രമല്ല CDKനെ ആക്റ്റീവ് ആക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു പ്രോട്ടീൻ കൈനേസ് ആണ് വിച്ച് ഈസ് V1. ഫസ്റ്റ് നമ്മൾ CAK എന്തായിരുന്നു? CDK ആക്ടിവേറ്റിംഗ് കൈനേസ്. അതെവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും? ത്രിയോണിൻ റെസിഡ്യൂസിൽ. CDKയുടെ ത്രിയോണിൻ റെസിഡ്യൂസിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. Another one is V1 and it phosphorylate tyrosine residues. ഏത് റെസിഡ്യൂസ് ആണ്? They phosphorylate tyrosine residues. Tyrosine residues in the ATP, okay, and binding pocket of the enzyme. അവിടെ tyrosine residuesലാണ് phosphorylate ചെയ്യുന്നത്. ആരാണ്? This is V1. And if this residue is phosphorylated, ഇങ്ങനെ V1 വന്ന് ഈ ടൈറോസിൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്താൽ അത് ഇനാക്ടിവേഷൻ ആണ് കാരണമാവുന്നത്. ഓക്കെ, സോ എന്താണ് CAK ചെയ്യുന്ന? CAKയുടെ ഫോസ്ഫോറിലേഷൻ CDKനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് V1 എന്ത് ചെയ്യും? V1 വിൽ ഫോസ്ഫോറിലേറ്റ് എ കീ ടൈറോസിൻ റെസിഡ്യൂസ് ഇൻ ദ ATP ബൈൻഡിങ് പോക്കറ്റ് ഓഫ് ദ എൻസൈമിൻ്റെ ATP ബൈൻഡിങ് പോക്കറ്റ് അല്ലേ, ആ കാറ്റലിറ്റിക് സബ് യൂണിറ്റിൻ്റെ ATP ബൈൻഡിങ് പോക്കറ്റിലെ ടൈറോസിൻ റെസിഡ്യൂസിലാണ് V1 ഫോസ്ഫോറിലേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഫോസ്ഫോറിലേഷൻ, ദാറ്റ് ഈസ് ഫോസ്ഫോറിലേഷൻ ബൈ V1 എന്ന് പറയുന്നത് എന്താ ചെയ്യുക? CDKനെ ഇനാക്റ്റീവ് ആക്കുക ചെയ്യുക. നോക്കാം, ഇഫ് ദിസ് റെസിഡ്യൂ ഇസ് ഫോസ്ഫോറിലേറ്റഡ് ദ എൻസൈം ഈസ് ഇനാക്റ്റീവ്. എന്താ സംഭവിക്കുന്നത്? ദ എൻസൈം ഈസ് ഇനാക്റ്റീവ് ബൈ ദ ഫോസ്ഫോറിലേഷൻ ബൈ V1. V1 എവിടെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുക? CDKയുടെ ATP ബൈൻഡിങ് സൈറ്റിലെ സ്പെസിഫിക് ടൈറോസിൻ റെസിഡ്യൂസിലാണ് V1 ഫോസ്ഫോറിലേറ്റ് ചെയ്യുക, റിഗാർഡ്ലെസ് ഓഫ് ദ ഫോസ്ഫോറിലേഷൻ സ്റ്റേറ്റ് ഓഫ് എനി അതർ റെസിഡ്യൂ. So in other words, the effect of V1 overrides the effect of CAK, keeping the CDK in an inactive state. So എന്താണത് പറയുന്നത്? ഇതൊരു CDK ആണ്. CDKയിൽ എന്ത് സംഭവിച്ചു? CAK എന്ന് പറയുന്നത് എന്താണ്? CDK ആക്ടിവേറ്റിംഗ് കൈനേസസ്. CDK ആക്ടിവേറ്റിംഗ് കൈനേസസ് ആണ് CAK എന്ന് പറയുന്നത്. CAK എന്ത് ചെയ്യും? ഇതിൻ്റെ ത്രിയോണിൻ റെസിഡ്യൂസിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യും.
ആൻഡ് ഇങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്താൽ സി ഡി കെ എന്ത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറൊരു കൈനേസ് വിച്ച് ഈസ് V1 ഏതാണ് V1 വരും. V1 വന്നിട്ട് സി ഡി കെയുടെ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട് അല്ലേ, കാറ്റലിറ്റിക് റീജിയൻ ഉണ്ട്. ആ ATP ബൈൻഡിങ് റീജിയനിലെ ടൈറോസിൻ റെസിഡ്യൂസ് ഏതാണ് ടൈറോസിൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ സി ഡി കെ ബിക്കം ഇനാക്റ്റീവ്. സോ ഈ ത്രിയോണിൻ റെസിഡ്യൂസിൽ CA ഫോസ്ഫോറിലേറ്റ് ചെയ്താലും എന്താണ് V1ന്റെ ഫോസ്ഫോറിലേഷൻ ഓൺ ദ ടൈറോസിൻ റെസിഡ്യൂസ് മേക്ക് ദ CDK in inactive state. If V1 gene is mutated, V1 gene mutated ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? These mutants cannot maintain the CDK in an inactive state. Inactive state ഇരുത്താനായിട്ട് പറ്റുമോ? ഇല്ല. And divide at an early stage in the cell cycle producing smaller cells, hence the name V. അപ്പോൾ എന്ത് സംഭവിക്കും? ഏർലിയർ സ്റ്റേജിൽ തന്നെ സെൽ ഡിവിഷൻ നടക്കും, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് സെൽസ് ആയിരിക്കും ഫോം ചെയ്യുക. ആൻഡ് ഇൻ നോർമൽ സെൽസ് V1 എന്താ ചെയ്യുക? ഇറ്റ് വിൽ കീപ്സ് എ CDK ഇനാക്റ്റീവ് അൺടിൽ ദ എൻഡ് ഓഫ് G2. എന്താ ചെയ്യുക? V1 ആ G2 ഫേസ് കഴിയണ വരെ അല്ലേ, G2 ഫേസ് കഴിയണവരെ എന്ത് ചെയ്യും? ആ CDKനെ ഇനാക്റ്റീവ് ആയിട്ട് നിർത്തും V1. And then at the end of the G2 എന്ത് പറ്റും? നമ്മളിപ്പോൾ രണ്ട് കൈനേസസിന്റെ കാര്യം പറഞ്ഞു. ഇനി എന്താ വരാൻ പോണേ? നെക്സ്റ്റ് കംസ് ദ ഫോസ്ഫേറ്റേസ്. സോ ദ ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റ്, എവിടെയാണ് ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റിന്റെ അഡീഷൻ നടന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ ടൈറോസിൻ റെസിഡ്യൂസ്. സോ എന്താ സംഭവിക്കുക? അറ്റ് ദ എൻഡ് ഓഫ് G2 ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റ് ദ tyrosine 15 is removed by a third enzyme. ഏത് enzyme ആയിരുന്നു? which is phosphatase and it is named CDC25. So രണ്ട് കൈനേസസ് ഉണ്ട് which is CAK and V1. and V1 എന്താ ചെയ്യുക? it adds inhibitory phosphorylation അല്ലേ, inhibitory phosphorylation to the tyrosine residues. And next at the end of G2 what will happen is CDC25 എന്താണത്? it is a phosphatase which will remove the inhibitory phosphate group at the tyrosine 15. so എന്ത് സംഭവിക്കും? CDK become active. The removal of this phosphate switches the stored cyclin CDK molecules into the active state and allowing it to phosphorylate അല്ലെ. പിന്നീട് എന്ത് സംഭവിക്കും? CDK ആക്റ്റീവ് ആയി കഴിയുമ്പോൾ CDK അതിൻ്റെ പ്രോട്ടീൻസിനെയൊക്കെ അല്ലെങ്കിൽ പ്രോട്ടീൻ സബ്സ്ട്രേറ്റ്സിനെയൊക്കെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് മൈറ്റോസിസ് സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യും. സോ ആ സെയിം മെക്കാനിസം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ CDC2 കൈനേസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റിൽ കാണുന്ന CDK ആണ്. CDC2 കൈനേസ് ഇവിടെ എന്തൊക്കെയുണ്ട്? CAK V1 സൈക്ലിൻ വന്ന് CDC2ൽ അല്ലെങ്കിൽ CDK എന്ന് ഓർത്ത് വെച്ചാൽ മതി, CDKയിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചേക്കണേ? ഇവിടെ ത്രിയോണിൻ റെസിഡ്യൂസിലും ഫോസ്ഫോറിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടൈറോസിൻ റെസിഡ്യൂസിലും ഫോസ്ഫോറിലേഷൻ ഉണ്ട്. സോ ഇതെങ്ങനെയായിരിക്കും? CDK ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? വിച്ച് ഈസ് ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് അല്ലെ, ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ്. നെക്സ്റ്റ് ആര് വരും? CDC25 is the phosphatase. അതെന്താ ചെയ്യുക? ദിസ് ഈസ് ദ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ അല്ലെ, ടൈറോസിനുള്ളതാണ് ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ. സോ ഈ CDC25 ഈ ടൈറോസിനുള്ള ഫോസ്ഫോറിലേഷനെ റിമൂവ് ചെയ്യും നെക്സ്റ്റ് ഫേസ്. സോ ഇറ്റ് ബിക്കം ആക്റ്റീവ്. ഇതിപ്പോൾ ഏത് ഫേസിലാണ്? ഇറ്റ് ഈസ് ഇൻ ദ ആക്റ്റീവ് ഫേസ്. നെക്സ്റ്റ് എന്ത് ചെയ്യും? G2 to M ഫേസിലോട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, അതുപോലെ ഇത് വൈൽഡ് ടൈപ്പിലും അതുപോലെ തന്നെ V1 മ്യൂട്ടൻറ്റിലും എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ V1 ഈസ് ഇൻ ദ നോർമൽ സ്റ്റേറ്റ്. സോ G2ന് M ട്രാൻസിഷൻ ഡോട്ടർ സെൽസ് ഉണ്ടാവും, നോർമൽ സൈസ് ആയിരിക്കും. ബട്ട് ഇഫ് V1 ഈസ് ഗെറ്റ് മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ G2ൻ്റെ ഫേസ് ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും, പെട്ടെന്നായിരിക്കും നെക്സ്റ്റ് ഫേസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്മോളർ സെൽസ് ആയിരിക്കും ഫോം ചെയ്യാം. നെക്സ്റ്റ് ഈസ് സൈക്ലിൻ CDK കോംപ്ലക്സസ് കമ്പോസ്ഡ് ഓഫ് എ റെഗുലേറ്ററി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ സൈക്ലിൻ. ഇപ്പം നമ്മളെല്ലാം പറഞ്ഞത് MPF എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുക, സൈക്ലിൻ CDK കോംപ്ലക്സസ് ദ ആർ കമ്പോസ്ഡ് ഓഫ് എ റെഗുലേറ്ററി യൂണിറ്റ്. ഏതാണ് ഇതിൻ്റെ? സൈക്ലിൻ CDK സബ് യൂണിറ്റിൽ ഏതാണ്? റെഗുലേറ്ററി സബ് യൂണിറ്റ് വിച്ച് ഈസ് ദ സൈക്ലിൻ. ആൻഡ് എ ഒരു കാറ്റലറ്റിക് സബ് യൂണിറ്റ് ഉണ്ട് വിച്ച് ഈസ് ദ CDK. എന്തായിരുന്നു CDK എന്ന് പറഞ്ഞാൽ? വിച്ച് ആർ cyclin dependent kinases. Okay, and drive the progression of a cell through the cell cycle. Cell cycle ന്റെ progression കാരണം ഈ cyclin CDK complexes ആണ്.
Cyclin activates CDKs and are present only in the cell cycle stage that they promote. Different types of cyclins and CDKs ഉണ്ട്. സോ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഇപ്പോൾ G1 നിന്ന് എസ്സിലോട്ട് പോകണം, G1 നിന്ന് എസ്സിലോട്ട് പോകണം, അവിടെ ഒരു പെർട്ടിക്കുലർ സൈക്കിളിനായിരിക്കും CDKനെ ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ G2 നിന്ന് എമ്മിലോട്ട് പോകണം, അതുപോലെ എം ഫേസിൽ നിന്ന് പുറത്തോട്ട് കടക്കണം. ഇവിടെയൊക്കെ ഒരു പെർട്ടിക്കുലർ സൈക്ലിംഗ് ആണ്, അല്ലാതെ എല്ലാ സൈക്കിളിനും ഒരുപോലെ എല്ലാ സ്റ്റേജിൻ്റെയും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ സൈക്ലിൻ CDK കോംപ്ലക്സസ് ആയിരിക്കും. ആൻഡ് CDK ആക്ടിവിറ്റീസ് ഓസിലേറ്റ് ഡ്യൂറിങ് ദ സെൽ സൈക്കിൾ. നമ്മൾ പറഞ്ഞു സൈക്കിളിൻ്റെ ലെവൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ഡ്യൂറിങ് ദ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് CDK കോൺസെൻട്രേഷൻ ഓർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ CDK will oscillate during the entire cell cycle. Surveillance mechanisms called checkpoint pathways. So ഇവിടെ എന്താണ് നടക്കുന്നത്? Checkpoint pathways guarantee that each cell cycle step is completed correctly before the next one is initiated. So ഈ cyclin CDK കോംപ്ലക്സസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ ചെക്ക് പോയിന്റ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സർവേലൻസ് ചെക്ക് പോയിന്റ്. എന്താണ് ചെക്ക് പോയിന്റ്സ് ചെയ്യുക? നമുക്കറിയാം ഒരു സ്ക്രീനിങ് പ്രോസസ്സാണ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റേജ് നമ്മളൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമല്ലേ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ ഓക്കെ ആണോ. ദെൻ നമ്മൾ നെക്സ്റ്റ് പാക്കിംഗ്, ഇനിഷ്യൽ പാക്കിങ്. ദെൻ ഇനിഷ്യൽ പാക്കിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫുൾ പാക്കിംഗ് നടക്കും ഇല്ല, അവിടെ വീണ്ടും ഒരു പ്രൈമറി അനാലിസിസ് നടത്തും, എല്ലാം ഇനിഷ്യൽ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അതിന് ശേഷമായിരിക്കും ഫൈനൽ പാക്കിങ്ങിലോട്ടും പിന്നീട് ഡിസ്ട്രിബ്യൂഷനിലോട്ടും പോകാം. അതുപോലെ തന്നെയാണ് സെൽ സൈക്കിളിലെ ഇവൻറ്റ്സും. ഫസ്റ്റ് G1 ഫേസ് അല്ലേ, G1 ഫേസ് കഴിഞ്ഞ് ഗ്രോത്ത് ഒക്കെ ഓക്കെ ആണെന്ന് കാണുമ്പോൾ G1 നിന്ന് S ഫേസിലോട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കും. ദെൻ S ഫേസിൽ എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ക്രോമസോം S ഫേസിൽ നടക്കണം, അല്ലേ? ദെൻ നെക്സ്റ്റ് എന്ത് സംഭവിക്കും? അത് G2ലോട്ട് എൻ്റർ ചെയ്യും. G2ൽ പിന്നെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. G2 to M ട്രാൻസ്മിഷൻ പക്ഷേ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലേ? അവിടെ എന്താ നടക്കാം? അവിടെയുള്ള ഒരു ചെക്ക് പോയിന്റ് എന്താണ് സെർച്ച് ചെയ്യുക? എല്ലാം കറക്റ്റ് പ്രോപ്പർലി അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടോ, അവിടെ മൈറ്റോട്ടിക് സ്പിൻഡിൽ അറ്റാച്ച്മെൻ്റ് അവിടെ എല്ലാം കറക്റ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ മൈറ്റോസിസ് ഫേസിലെത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ വീണ്ടും ഒരു ചെക്ക് പോയിന്റ് വരും. എന്താണ്? സ്പിൻഡിൽ അപ്പാരറ്റസ്, അല്ലേ? മെറ്റാഫേസ് സ്റ്റേജ് കഴിഞ്ഞാൽ അനാഫേസിലോട്ട് മെറ്റാഫേസിൽ നിന്ന് അനാഫേസിലോട്ട് മാറുകയാണെന്ന് കരുതുക. മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കണം? സ്പിൻഡിൽ, അല്ലേ? സ്പിൻഡിൽ അപ്പാരറ്റസ് അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിനെ വലിച്ച് രണ്ട് പോളിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെക്ക് പോയിന്റ് ആ ഫേസിലുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. സോ ചെക്ക് പോയിന്റ് പാത്വേസ് സെൽ സൈക്കിൾ എന്താ പ്രോപ്പർലി ആണോ നടക്കുന്നതെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. വിച്ച് എൻഷുർ ദ completeness or each cell cycle step is completed correctly before the next one is initiated. Regulation of the CDK activity. എങ്ങനെയാണ് CDK ആക്ടിവിറ്റിയുടെ റെഗുലേഷൻ നടക്കുന്നതിന്? CDK ആക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ബൈൻഡ്സ് ടു കറസ്പോണ്ടിങ് സൈക്ലിൻ. എപ്പോൾ മാത്രമാണ് CDK ആക്റ്റീവ് ആവുള്ളൂ? വെൻ ഇറ്റ് ബൈൻഡ്സ് ടു സൈക്ലിൻ, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്ലിൻ CDK കോംപ്ലക്സസ് ഇനിഷ്യേറ്റ് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ്. And G1 CDKs or the G1 S phase CDKs promote entry into the cell cycle. Cell cycle lotte entry കൊടുക്കുന്നത് ഏതാണ്? It is the G1 CDKs and the G1 S phase CDKs. And S phase CDKs എന്താ ചെയ്യുക? It will triggers S phase. S phase CDK എന്ത് ചെയ്യും? It will trigger the S phase, അതായത് synthesis phase trigger ചെയ്യും. Then mitotic CDK എന്ത് ചെയ്യും? It initiate the events of മൈറ്റോസിസ്. മൈറ്റോസിസിൻ്റെ ഇവൻറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ളതാണ് മൈറ്റോട്ടിക് CDKസിൻ്റെ ഫങ്ഷൻ. ആൻഡ് ഡിഫറെൻറ്റ് CDKs ആർ ആക്റ്റീവ് ഓൺലി ഇൻ ദ സ്റ്റേജസ് ദാറ്റ് ട്രിഗർ, അല്ലേ? അത് ആ സൈക്ലിൻസ് അല്ലെങ്കിൽ ആ CDK ഏത് സ്റ്റേജിനെയാണോ ട്രിഗർ ചെയ്യുന്നത് അവിടെ മാത്രമാണ്, ആ ടൈമിൽ മാത്രമാണ് ആ പർട്ടിക്കുലർ CDK ആക്റ്റീവായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ ഏതൊക്കെ CDKs ഉണ്ടെന്ന് പറഞ്ഞാൽ G1 CDKs, G1 or S phase CDKs, S phase CDKs and mitotic CDKs. ഇങ്ങനെ 3 ടൈപ്പ് CDKs ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? G1 CDKs, G1 S phase, G1 or S phase CDKs and the S phase CDKs and the mitotic CDKs. So first G1 നോക്കാം. This is the G1. G1 എന്താ ചെയ്യുക? എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ. G1 ഫേസ്
G1 ആ CDKs ആണ് ഡിറ്റർമിൻ അല്ലേ സെൽ സൈക്കിളിലോട്ട് എൻട്രി വേണോ, അതായത് സ്റ്റാർട്ട് പോയിന്റിൽ വരുന്നത് റെസ്ട്രിക്ഷൻ പോയിന്റിൽ വരുന്ന CDKs ആണ്, ആക്റ്റീവ് ആവുന്ന CDKs ആണ് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സെൽ സൈക്കിൾ കമ്മിറ്റ് ചെയ്യണോ അതോ റിട്ടേൺ ബാക്ക് പോകണോ എന്നുള്ളത്. സോ G1 എന്താ ചെയ്യുന്നത്, ഇറ്റ് എൻട്രി ഇൻ ടു സെൽ സൈക്കിൾ. G1 CDKs എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ, റെഗുലേറ്റ് എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ. ഇതിന് അവിടെ വരുന്ന ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വരുന്ന സൈക്ലിൻ എന്ന് പറയുന്നത് സൈക്ലിൻ ഡി. G1 ഫേസിൽ വരുന്ന സൈക്ലിൻ ഏതാണ്, വിച്ച് ഈസ് സൈക്ലിൻ ഡി ആൻഡ് ദ CDK ഈസ് 4-6, CDK 4 and CDK 6. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് CDKs ഉണ്ട്, സൈക്ലിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻ മെയിനായിട്ട് വരുന്നത്, G1 ഫേസ്, G1 S ഫേസ് ഓർ ദ S ഫേസ്, മൈറ്റോട്ടിക് ഫേസ്. സോ ആ CDKസിന് നമ്മൾ G1 CDKs, G1 or S phase CDKs or the S phase CDKs, and the third one is the mitotic CDKs എന്നാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. G1 CDK എന്താ ചെയ്യുക, ഇറ്റ് എൻഷുവർ ദ എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ. ഇതിന് അവിടെ വരുന്ന സൈക്ലിൻ ഏതാണ്, സൈക്ലിൻ ഈസ് സൈക്ലിൻ ഡി ആൻഡ് ദ CDK ഈസ് 4-6, CDK 4-6. സോ G1 ഏതാണ്, സൈക്ലിൻ ഡി, CDK 4-6, CDK 4-6. Next is the G1 or S phase CDKs, G1 or S phase CDKs and the S phase CDKs. G1 or S phase CDKs എന്താ ചെയ്യുക, എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ. G1 or S phase എന്തിനോട്ട് തന്നെയാണ്, എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ ആണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് S phase CDKs എന്ന് പറയുന്നത് S phase-ലോട്ടുള്ള എൻട്രി, അല്ലെങ്കിൽ S phase-നെ റെഗുലേറ്റ് ചെയ്യുക, സിന്തസിസ് ഫേസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് S phase CDKസിൻ്റെ ഫംഗ്ഷൻ. ദെൻ അവിടെ വരുന്ന സൈക്ലിൻസ്, അവിടെ രണ്ട് ടൈപ്പ് സൈക്ലിൻസ് ഉണ്ട്. ദ ആർ സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ. അപ്പോൾ ഇവിടെ ഏതാണ്, ഇ എ, സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ. ദെൻ ഇവിടെ വരുന്ന CDK എന്ന് പറയുന്നത് CDK ഒരെണ്ണുള്ളൂ, വിച്ച് ഈസ് CDK 2. സോ S phase അത് G1 S phase എന്ന് ഓർത്തിരിക്കാം. ഇവിടെ ഏതാണ് വരുന്നത്, ഇവിടെ രണ്ട് സൈക്ലിൻസ് ഉണ്ട്, സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ ആൻഡ് ദ CDK ഈസ് 2. കോഡ് വെച്ച് ഓർത്തിരിക്കേണ്ടതായിരിക്കും നല്ലത്. സിന്തസിസ് ഫേസിൽ ഏതൊക്കെയാണ്, സൈക്ലിൻ ഇ, സൈക്ലിൻ എ ആൻഡ് ദ CDK ഈസ് 2. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ M phase ഓർ ദ മൈറ്റോട്ടിക് CDKs. മൈറ്റോട്ടിക് CDK എന്താ ചെയ്യുക, ഇറ്റ് റെഗുലേറ്റ് ദ മൈറ്റോസിസ്. M phase-നെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് മൈറ്റോട്ടിക് CDKസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് അവിടെ വരുന്ന സൈക്ലിൻ, അവിടെ രണ്ട് സൈക്ലിൻസ് ഉണ്ട്, വിച്ച് ഈസ് AB. അപ്പോൾ മൈറ്റോട്ടിക് ഫേസിൽ ഏതാണ്, മൈറ്റോട്ടിക് ഫേസിൽ സൈക്ലിൻ എ ആൻഡ് സൈക്ലിൻ ബി ആൻഡ് ദ CDK ഈസ് 1. ഇവിടെ ഏതായിരുന്നു, ഇവിടെ സൈക്ലിൻ ഡി 4-6. സോ മൈറ്റോട്ടിക് ഫേസിൽ ഏതാണ് വരുന്നത്, CDK എന്ന് പറയുന്നത് CDK 1 and the cyclin is cyclin A and cyclin B. and in the case of S phase or the G1 S phase എന്ന് പറയും. അവിടെ വരുന്ന സൈക്ലിൻസ് സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ and the CDK is 2. and in the case of G1 phase വരുന്ന സൈക്ലിൻ is D and the CDK is 4 and 6. സോ സൈക്ലിൻ CDK എന്ന മമേലിയൻ സെൽ സൈക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇതേതാണ് G1 phase ആണ്. G1 phase-ന്റെ ലേറ്റ് ഫേസിലാണ് CDKs ഒക്കെ ആക്റ്റീവ് ആവുന്നത്, G1 to S ട്രാൻസ്മിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ ആക്റ്റീവ് ആവുന്ന സൈക്ലിൻ ഏതാണ്, വിച്ച് ഈസ് സൈക്ലിൻ ഡി. കണ്ടോ, സൈക്ലിൻ ഡി ആൻഡ് ദ CDK ഈസ് CDK 4-6. ഇതിന് ഇവിടെ എന്താ ചെയ്യുന്നത്, നമുക്കറിയാം S phase ഓർ ദ G1 S phase എന്ന് പറഞ്ഞു. ഇതിൽ G1 or S phase സൈക്ലിനാണ് സൈക്ലിൻ ഇ. എൻട്രി ഇൻ ടു ദ S phase, G1-ൽ നിന്ന് എസ്സിലോട്ട് എൻട്രി കൊടുക്കുന്നത്, അതാണ് ഇ എന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ രണ്ട് ടൈപ്പ് സൈക്ലിൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു, സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ. അവിടെ G1-ൽ നിന്ന് എസ്സിലോട്ട് ഉള്ള ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, വിച്ച് ഈസ് സൈക്ലിൻ ഇ CDK 2 അല്ലേ. അവിടെ ഒരു CDK വരുന്നുള്ളൂ, വിച്ച് ഈസ് CDK 2. ഓക്കെ. ആൻഡ് S phase-ൽ ഏതാണ് വരുന്നത്, സൈക്ലിൻ ഈസ് എ. S phase cyclin is A and again CDK is 2. നെക്സ്റ്റ് എവിടെ വരുന്നത്, മൈറ്റോട്ടിക് CDKs.
മൈറ്റോട്ടിക് സി ഡി കേസ് എന്ന് പറയുമ്പോൾ അവിടെ സൈക്ലിൻ എയും ബിയും ഉണ്ട് ആൻഡ് ദ സി ഡി കെ ഈസ് CDK1. And CDKs with 4 of them. ഏതൊക്കെ CDKs are CDK1, 2, 4 and 6 having clearly been shown to regulate cell cycle progression. അല്ലേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യണത്, ഈ സൈക്ലിൻ CDK കോംപ്ലക്സസ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. G1 എന്താ ചെയ്യുന്നത്, G1 ഫേസിൽ അല്ലെങ്കിൽ G1 CDKs എന്ത് ചെയ്യുന്നു, എൻട്രി ഇൻ ടു സെൽ സൈക്കിളിലോട്ട്, അതായത് സ്റ്റാർട്ട് പോയിന്റിന്റെ റീജിയനിലാണ് വരുന്നത്, ലേറ്റ് G1ലാണ് വരുന്നത്. സോ ഇറ്റ് വിൽ എൻഷുർ ദ എൻട്രി ഓഫ് സെൽ ഇൻ ടു സെൽ സൈക്കിൾ. ഏതൊക്കെയാണ് സൈക്ലിൻ D, CDK4, 6. ദെൻ G1 to S വരുന്നത് സൈക്ലിൻ E. ഏതാണ് G1 to S സൈക്ലിൻ ഇയും അതുപോലെ തന്നെ CDK2. ആൻഡ് S phase CDKs എന്ന് പറയുന്നത് സൈക്ലിൻ എയും CDK2ഉം. ആൻഡ് മൈറ്റോട്ടിക് എന്ന് പറയുന്നത് അതായത് G2 to M ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെയായിരുന്നു, CDK1, cyclin A and B. So cyclins are present only during the cell cycle stage that they trigger and are absent in other cell cycle stage. For example, നമ്മളിപ്പോൾ different cyclins പറഞ്ഞു. So S phase-ലുള്ള cyclin എന്ന് പറയുന്നത് S phase cyclin is not present in the G1 phase-ൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ G1 phase-ലുള്ള cyclin നമുക്ക് M phase-ൽ കാണാനായിട്ട് പറ്റില്ല. And cyclins not only regulate a particular cell cycle stage but also set in motion a series of events in preparation for the next cell cycle stage. ഒരു particular cell cycle stage-നെ regulate ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, it will set or it will prepare for the next cell cycle stage. നെക്സ്റ്റ് സെൽ സൈക്കിൾ സ്റ്റേജിന് വേണ്ടിയിട്ട് ആ സെല്ലിനെ പ്രിപ്പയർ ചെയ്യുകയും സൈക്ലിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് G1 സൈക്ലിൻസ്, G1 S സൈക്ലിൻ ഏതായിരുന്നു, G1 S സൈക്ലിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് സൈക്ലിൻ E എൻട്രി ഇൻ ടു ദ സിന്തസിസ് ഫേസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സൈക്ലിൻ E ഇറ്റ് അക്യൂമുലേറ്റ് ഡ്യൂറിങ് ദ ലേറ്റ് G1. എന്ത് സംഭവിക്കുന്നുണ്ട്, അത് ലേറ്റ് G1ൽ തന്നെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് റീച്ച് പീക്ക് ലെവൽസ്. എപ്പോഴായിരിക്കും അതിൻ്റെ ഹൈ ലെവലിൽ എത്തുന്നത്, വെൻ സെൽസ് എൻ്റർ ദ S ഫേസിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ അത് അതിൻ്റെ പീക്ക് ലെവലിലെത്തും. ആൻഡ് ഡിക്ലൈൻ ഡ്യൂറിങ് ദ, അത് കഴിഞ്ഞ് S ഫേസിൽ എത്തിക്കഴിയുമ്പോഴോ വീണ്ടും ഡിക്ലൈൻ ചെയ്യും. S ഫേസിൽ ഏതിൻ്റെ എമൗണ്ട് പിന്നെ കൂടാനായിട്ട് പോവാം, വിച്ച് ഈസ് A, സൈക്ലിൻ A. സോ സൈക്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റ് ഡ്യൂറിങ് ദ എൻറ്റയർ സെൽ സൈക്കിൾ. സോ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കുക, G1 ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ G1 S ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്, ലേറ്റ് G1 ആയി കഴിയുമ്പോൾ, ലേറ്റ് G1ൽ എന്ത് പറ്റി, G1 S phase CDKs ഓർ സൈക്ലിൻ അല്ലേ, G1 S phase CDKs ഓർ സൈക്ലിൻ അതിൻ്റെ ലേറ്റ് G1ൽ കൂടിയിട്ടുണ്ട്. then S phase എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, S phase എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഡിക്ലൈൻ ചെയ്തു. അതുപോലെ S phase CDKs ഇവിടെ കുറവാണ്, പക്ഷേ S phase അത് അതിൻ്റെ പീക്ക് ലെവൽ കാണിച്ചു. then എമ്മിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഡിക്ലൈൻ ചെയ്തു. അതുപോലെ മൈറ്റോട്ടിക് CDKs നോക്കാം. മൈറ്റോട്ടിക് CDKs ലേറ്റ് G2 അതിൻ്റെ സിന്തസിസ് തുടങ്ങി, അല്ലെങ്കിൽ ലേറ്റ് G2 അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ എവിടെയാണ് മാക്സിമം കോൺസെൻട്രേഷൻ, അറ്റ് ദ മൈറ്റോട്ടിക് ഫേസിലാണ് മൈറ്റോട്ടിക് CDKs ഓർ മൈറ്റോട്ടിക് സൈക്ലിൻസ് നമുക്ക് അതിൻ്റെ പീക്കിൽ കാണാനായിട്ട് പറ്റുക. So they are known as cyclin E in metasovans and bind to CDK2. ഇതാണ് G1 to S phase cyclin എന്താണ് അറിയപ്പെടുന്നത്, they are known as cyclin E in metasovans. അതെങ്ങോട്ടാണ് ബൈൻഡ് ചെയ്യുക, CDK2ഉം സൈക്ലിൻ ഇയും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുക. And the main function of cyclin E CDK2 complex together with the cyclin D CDK4, 6 എന്തായിരിക്കും, സൈക്ലിൻ D CDK4, 6 എവിടെ കാണാം, സൈക്ലിൻ D CDK4, 6 എവിടെ കാണാം, G1 ഫേസിലാണ് കാണാം. then cyclin E CDK together with the G1 CDKs എന്താ ചെയ്യുക, ഇറ്റ് ഈസ് ടു ട്രിഗർ എന്തായിരിക്കും ചെയ്യുക, G1 to S phase ട്രാൻസിഷൻ. G1 to S phase ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, cyclin E CDK2 along with the G1 CDKs. And this transition is known as start in yeast. ഇതെന്തായിട്ട് അറിയപ്പെടുന്നത്, ഈസ്റ്റിൽ സ്റ്റാർട്ട് പോയിന്റ് എന്ന് അറിയപ്പെടും. ആൻഡ് റെസ്ട്രിക്ഷൻ പോയിന്റ് ഇൻ മമേലിയൻ cells, and it is defined as a point at which cells are irreversibly committed to cell division and can no longer return to the G1 state. നമ്മൾ എന്താണ് സ്റ്റാർട്ട് പോയിന്റ്, റെസ്ട്രിക്ഷൻ പോയിന്റ് എന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്.
And S phase cyclins are synthesized concomitantly with the G1 cyclins. ഈ G1 cyclinsന്റെ ഒപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? S phase cyclinsന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. നമ്മൾ ഗ്രാഫിൽ പറഞ്ഞായിരുന്നു അല്ലേ? ബട്ട് ദർ ലെവൽസ്, അവരുടെ ലെവൽസ് എപ്പോഴാണ് ഹൈ ആവുന്ന എസ് ഫേസ് സി ഡി കെ അല്ലെങ്കിൽ എസ് ഫേസ് സൈക്ലിൻ എന്ന് പറയുന്നത് എസ് ഫേസിലായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ അല്ലെങ്കിൽ പീക്കായിട്ട് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഡു നോട്ട് ഡിക്ലൈൻ അൺടിൽ ഏർലി മൈറ്റോസിസ്. അങ്ങനെ ഏർലി മൈറ്റോസിസ് അതിൻ്റെ അവിടെ വരെ എന്ത് സംഭവിക്കും? ഈ സൈക്ലിൻ എസ് ഫേസ് സൈക്ലിൻ എന്ന് പറയുന്നത് അതിൻ്റെ പീക്കിലായിരിക്കും കാണാനായിട്ട് പറ്റുക. ഈ ഗ്രാഫിൽ നോക്കുക കണ്ടേ, G1 ഫേസിൽ തന്നെ എസ് ഫേസ് സൈക്ലിൻസ് ഓർ സി ഡി കെ സിന്തസിസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓർ പീക്ക് ലെവൽ ഡ്യൂറിങ് ദ എൻറ്റയർ സ്റ്റേജ്. ഏത് സ്റ്റേജ് വരെ? ഏർലി മൈറ്റോസിസ് വരെ എന്താണ് കാണുക? എസ് ഫേസ് സി ഡി കേസ് അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും. ആൻഡ് 2 ടൈപ്സ് ഓഫ് എസ് ഫേസ് സൈക്ലിൻസ് അല്ലേ? എസ് ഫേസ് സൈക്ലിൻസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സൈക്ലിൻ ഇ ആൻഡ് സൈക്ലിൻ എ. സൈക്ലിൻ ഇനെ നമ്മൾ എന്താ വിളിച്ചത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ G1 ഓർ എസ് ഫേസ് സൈക്ലിൻ. G1 ഓർ എസ് ഫേസ് സൈക്കിൾ. അതെന്താ ചെയ്യുക? വിച്ച് പ്രൊമോട്ട് എൻട്രി ഇൻ ടു സെൽ സൈക്കിൾ. ഇ മീൻസ് എൻട്രി എന്ന് ഓർത്തിരുന്നാൽ മതി. സോ സെൽ സൈക്കിളിലോട്ട് എൻട്രി കൊടുക്കുന്ന സൈക്ലിൻ ഏതാണ്? വിച്ച് സൈക്ലിൻ ഗെറ്റ് എൻട്രി ഇൻ ടു ദ സെൽ സൈക്കിൾ or allow the cell to enter into cell cycle എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വിച്ച് ഈസ് സൈക്ലിൻ ഇ or the G1 or S phase cyclin. And the second category is cyclin A. Cyclin A. S phase cyclins എന്ന് അറിയപ്പെടും. And both bind to CDK2. ഏത് CDK ആണ്? CDK is 2 and directly responsible for replication അല്ലേ? S phase ൽ എന്താ സംഭവിക്കുക? ഡ്യൂപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്, റിപ്ലിക്കേഷൻ ആണ്. And these protein kinases phosphorylate proteins that activate DNA helicases and load polymerases onto DNA. So DNA helicase-ന്റെ ലോഡിങ് അല്ലെങ്കിൽ സിന്തസിസ് നടക്കുന്നത്. DNA ഹെലിക്കേസ് G1-ലെ അപ്പിയർ ആവും. പക്ഷേ DNA ഹെലിക്കേസ് എപ്പോഴാണ് ആക്ടിവേറ്റഡ് ആവുള്ളൂ? എസ് ഫേസിൽ മാത്രമാണ് അതിൻ്റെ ആക്ടിവേഷൻ നടക്കുള്ളൂ. നമുക്ക് നോക്കാം. And these protein kinases phosphorylate proteins that activate DNA helicases. DNA helicasesനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ആൻഡ് ലോഡ് പോളിമറൈസസ് ഓൺ ടു DNA. അങ്ങനെ പോളിമറൈസസിനെ DNA-ലോട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, DNA ഹെലിക്കേസിൻ്റെ അഡീഷൻ എവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ G1 phase, but the activation DNA helicases get activated only during the S phase. Next is mitotic cyclins. Okay, mitotic cyclin എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരിക? സൈക്ലിൻ എ ആൻഡ് ബി. അവിടെ CDK വരുന്നത് CDK1. സോ മൈറ്റോട്ടിക് സൈക്ലിൻ ബൈൻഡ് ടു CDK1 എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊമോട്ട് എൻട്രി ഇൻ ടു ആൻഡ് പ്രോഗ്രഷൻ ത്രൂ ദ മൈറ്റോസിസിലോട്ട് എൻട്രി കിട്ടുന്നതിനും അതുപോലെ മൈറ്റോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? വിച്ച് ഈസ് mitotic cyclin with CDK1. The metasovan mitotic cyclins. മെറ്റാസോവൻസിൽ കാണപ്പെടുന്ന മൈറ്റോട്ടിക് സൈക്ലിൻസ് ഏതൊക്കെയാണ്? വിച്ച് ഈസ് സൈക്ലിൻ എ ആൻഡ് സൈക്ലിൻ ബി. These mitotic cyclin CDK complexes are synthesized during S phase. ഇപ്പോഴാണ് മൈറ്റോട്ടിക് സൈക്ലിൻസ് എസ് ഫേസിൽ എസ് ഫേസ് ആൻഡ് G2 ഫേസിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ എസ് ഫേസ് സൈക്ലിൻസ് എന്ന് പറഞ്ഞു. എസ് ഫേസ് സൈക്ലിൻസ് G1-ൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം എത്തുന്നത്? എസ് ഫേസിലായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ സിമിലർ ടു ദാറ്റ് ഇവിടെയും എന്ത് തന്നെയാണ്? മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സസ് ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ് എസ് ഫേസ് ആൻഡ് G2. എസ് ഫേസിലും G2-ലും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദെയർ ആക്ടിവിറ്റീസ് ആർ ഹെൽഡ് ഇൻ ചെക്ക്. ഇവിടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചേക്കണം അൺടിൽ DNA സിന്തസിസ് ഈസ് കംപ്ലീറ്റഡ്. DNA സിന്തസിസ് കംപ്ലീറ്റ് ആകുന്നവരെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കാം, ദിസ് ഈസ് ദ മൈറ്റോട്ടിക് CDK അല്ലേ? മൈറ്റോട്ടിക് CDK ഏത് ഫേസിലാണ്? G2 ഫേസിൽ അതിൻ്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. G2 ഫേസിൽ അതിൻ്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. പക്ഷെ മൈറ്റോട്ടിക് ഫേസിലായിരിക്കും അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ആ കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുക. സോ വൺസ് അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക് CDKs പ്രൊമോട്ട് എൻട്രി ഇൻ ടു മൈറ്റോസിസിലോട്ട് ആ സെൽ എൻട്രി ചെയ്യും.
ആൻഡ് ബൈ ഫോസ്ഫോറിലേറ്റിംഗ് ആൻഡ് ആക്ടിവേറ്റിംഗ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോട്ടീൻ. ഇവിടെ എന്താ സംഭവിക്കുക? വൺ സി ഡി കെ ആക്റ്റീവായ അതിൻ്റെ സബ്സ്ട്രേറ്റ് പ്രോട്ടീൻസിലൊക്കെ ഫോസ്ഫോറിലേഷൻ നടക്കും. അങ്ങനെയാണ് മൈറ്റോട്ടിക് ഇവൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. ടു പ്രൊമോട്ട് ക്രോമസോം കണ്ടൻസേഷൻ, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് മൈറ്റോസിസ്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? മൈറ്റോസിസ് നടക്കാൻ അവിടെ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് അല്ലേ? ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ, അതുപോലെ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് കാരണം നടക്കുക? ബൈ ദ ഫോസ്ഫോറിലേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് പ്രോട്ടീൻസ് ബൈ ദ മൈറ്റോട്ടിക് സി ഡി കേസ്. മൈറ്റോട്ടിക് സി ഡി കേസ് അതിൻ്റെ സബ്സ്ട്രേറ്റ്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന മൂലമാണ് ഈ ആക്ടിവിറ്റീസ്, അതായത് ക്രോമസോം കണ്ടൻസേഷൻസ്, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ ഇതൊക്കെ നടക്കുന്നത്. And the inactivation during anaphase prompts the cell to exit mitosis. സോ മൈറ്റോട്ടിക് ഫേസിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? മൈറ്റോട്ടിക് സി ഡി കെ സൈക്ലിൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആയെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന് ഏത് ഫേസിലാണ് ഇതിൻ്റെ ഇനാക്ടിവേഷൻ നടക്കുന്നത്? ഇനാക്ടിവേഷൻ ഡ്യൂറിങ് ദ അനാഫേസ്. ഏത് ഫേസിലാണ്? അനാഫേസ്. മൈറ്റോസിസിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട് അല്ലേ? പ്രോഫേസ്, പ്രോമെറ്റാഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ് എന്നൊക്കെ നമ്മൾ പറയും. സോ അതിൽ അനാഫേസ് സ്റ്റേജിൽ വെച്ച് ഈ മൈറ്റോട്ടിക് സി ഡി കേസിന് ഇനാക്ടിവേഷൻ സംഭവിക്കും. ആൻഡ് ഇറ്റ് ലീഡ്സ് സെൽ ടു എക്സിറ്റ് മൈറ്റോസിസ്. എന്തിന് ഹെൽപ്പ് ചെയ്യും? സെല്ലിന് മൈറ്റോട്ടിക് സ്റ്റേജിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ അനാഫേസ് സ്റ്റേജിൽ നടക്കുന്ന മൈറ്റോട്ടിക് സി ഡി കേസിൻ്റെ ഇനാക്ടിവേഷൻ ആണ്. ഓക്കെ, അനാഫേസ് സ്റ്റേജിലാണ് മൈറ്റോട്ടിക് സി ഡി കെ ഇനാക്റ്റീവ് ആകുന്നതെന്ന് ഓർത്തിരിക്കാം. ആൻഡ് വിച്ച് ഇൻവോൾവ്സ് ദ ഡിസസംബ്ലി ഓഫ് ദ മൈറ്റോട്ടിക് സ്പിൻഡിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ ഡിസസംബ്ലി നടക്കും. ക്രോമസോമിന് എന്ത് പറ്റും? ആദ്യം ക്രോമസോം കണ്ടൻസേഷൻ ആണ് നടന്നല്ലേ? ഇപ്പോൾ ക്രോമസോം ഡീകണ്ടൻസേഷൻ ആൻഡ് ദ റീഫോർമേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ റീഅപ്പിയർ ചെയ്യും. ആൻഡ് ഇവഞ്ച്വലി സൈറ്റോകൈനസിസ്. The cyclin levels are primarily regulated by protein degradation. ഈ cyclin ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടീൻ ഡിഗ്രഡേഷൻ. പ്രോട്ടീൻ ഡിഗ്രഡേഷൻ ആണ് cyclin ലെവൽസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ മെക്കാനിസം എൻഷുവർ ദാറ്റ് സി ഡി കേസ് ആർ ആക്റ്റീവ് അറ്റ് ദ റൈറ്റ് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ. അതായത് സി ഡി കെ ആക്ടിവേഷൻ അതിൻ്റെ പർട്ടിക്കുലർ സ്റ്റേജിൽ, അതായത് എസ് ഫേസ് സി ഡി കേസ് മാത്രമാണ് എസ് ഫേസിൽ ആക്റ്റീവ്, അതുപോലെ എം ഫേസ് സി ഡി കേസ് എം ഫേസിൽ മാത്രമാണ് ആക്റ്റീവ് ആയിപ്പെട്ടുള്ളത്. അതൊന്നും എൻഷുർ ചെയ്യണം വേണ്ടേ? അങ്ങനെ എൻഷുർ ചെയ്യണ പ്രോസസ്സ് എൻറ്റയർ മെക്കാനിസം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെക്കാനിസം അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്നത് ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ദ സൈക്ലിൻ സബ് യൂണിറ്റ്. എന്താണ് ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ദ സൈക്ലിൻ സബ് യൂണിറ്റ്? ഈസ് വൺ മെക്കാനിസം ദാറ്റ് എൻഷുവർ പ്രോപ്പർ ടെമ്പറൽ എക്സ്പ്രഷൻ ഓഫ് ദ സൈക്ലിൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ? ഇതാണ് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിളാണ്. ഇവിടെ E2F എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. E2F ഈസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ദാറ്റ് റെഗുലേറ്റ് സൈക്ലിൻ E ഓർ സൈക്ലിൻ A സിന്തസിസ്. സൈക്ലിൻ E ഓർ A അതെവിടെ വരിക? സൈക്ലിൻ E എന്ന് പറയുന്നത് G1 ഓർ S സൈക്ലിനും, സൈക്ലിൻ A എന്ന് പറയുന്നത് എസ് ഫേസ് സൈക്ലിൻ അല്ലെങ്കിൽ എം ഫേസിലും സൈക്ലിൻ എ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? എം ഫേസിൽ ഏതൊക്കെയായിരുന്നു? സൈക്ലിൻ എയും സൈക്ലിൻ ബിയും. സോ ദിസ് E2F എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സൈക്ലിൻ ഇ ഓർ എ ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇവിടെ ആർ ബി എന്ന് പറയുന്നത് റെറ്റിനോബ്ലാസ്റ്റോമ. ഈ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന പ്രോട്ടീൻ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ബട്ട് വെൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രസൻറ്റ് ആവാന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അവിടെ സെല്ല് ഡിവൈഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ? സെല്ല് ഡിവൈഡ് ചെയ്യണം. സോ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രസൻറ്റ് ആകുമ്പോൾ അവിടെ ചില സിഗ്നലിംഗ് പാത്വേസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവും. ഇവിടെ ആക്റ്റീവ് ആവുന്ന പാത്വേ എന്ന് പറയുന്നത് മാപ്പ് കൈനേസ് പാത്വേ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ സൈക്ലിൻ ഡി ആൻഡ് സൈക്ലിൻ 4,6 സിന്തസിസ് നടക്കും. സൈക്ലിൻ ഡി സൈക്ലിൻ 4,6 സിന്തസിസ് കൂടും, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ എന്താ സംഭവിക്കാം? G1 നിന്ന് എസ് ഫേസിലോട്ട് അപ്പിയർ ചെയ്യും. G1 നിന്ന് എസ് ഫേസിലോട്ട് എത്തും. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സി ഡി കെ ഇവിടെ ആക്ടിവേറ്റഡ് ആണല്ലേ?
ഇവിടെ എത്തിക്കഴിയുമ്പോൾ G1/2S ട്രാൻസ്മിഷൻ നടക്കണം. സോ ഇവിടെ വരുന്ന CDKs RBനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഏതിനെയാ? ഈ റെറ്റിനോബ്ലാസ്റ്റോമേനെ കയറി ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കൊടുക്കും. സോ റെറ്റിനോബ്ലാസ്റ്റോമയ്ക്ക് E2F ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനോടുള്ള അഫിനിറ്റി കുറയും. അങ്ങനെ സൈക്ലിൻ E or A ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ സൈക്ലിൻ EA or CDK2 കോംപ്ലക്സ്. അപ്പോൾ എവിടെ വരിക? അത് S ഫേസിലാണ്. സോ S ഫേസിലെത്തും. അവിടെ എന്ത് സംഭവിക്കും? ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ സെൻട്രോസോമും അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ എന്താണ് റെറ്റിനോബ്ലാസ്റ്റോമ? അത് E2F എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ സൈക്ലിൻ എയുടെയും ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. വൺസ് ഗ്രോത്ത് ഫാക്ടർ പ്രസന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? MAP കൈനേസ് പാത്വേ ആക്ടിവേറ്റഡ് ആവും. അത് സൈക്ലിൻ D-CDK4 സിന്തസിസ് നടത്തും. ഇതിന് ആ CDK വന്ന് റെറ്റിനോബ്ലാസ്റ്റോമേനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. വൺസ് ഫോസ്ഫോറിലേഷൻ നടന്നാൽ ഇതിന് E2Fനോടുള്ള അഫിനിറ്റി കുറയും. E2F ഫ്രീ ആവും. അങ്ങനെ സൈക്ലിൻ E or A ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് സൈക്ലിൻ Eയും Aയും ഫോം ചെയ്യും. വിച്ച് വിൽ ബൈൻഡ്സ് ടു CDK2 അല്ലേ? S ഫേസിൽ വരുന്നതാണ്. സോ CDK2 ആയിട്ട് ബൈൻഡ് ചെയ്യും. സോ അവിടെ S ഫേസിലോട്ട് എൻട്രി കിട്ടും. അങ്ങനെ DNA റിപ്ലിക്കേഷൻ അതുപോലെ തന്നെ സെൻട്രോസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷനൊക്കെ നടക്കും.